പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ദൈവദിന പഠനവുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിശ്വാസമുള്ള തലമുറ എന്ന പരമ്പരയിൽ നിന്നാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ സെഷനിലേക്കാണ് നാം ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്നത്. ഈ പഠനം തുടങ്ങുന്ന മുമ്പായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഇപ്രകാരം ഒരിക്കൽ കൂടി കർത്താവിൻ്റെ വചനം പഠിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുമിച്ച് കൊണ്ടുവന്നത് കൊണ്ട് സ്തോത്രം. അതിനുവേണ്ടി ഈ ലോകം ഗ്ലോബൽ മിനിസ്ട്രീസിൻ്റെ പ്ലാറ്റ്ഫോം, ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ, സംവിധാനങ്ങളെല്ലാം ഞങ്ങൾക്ക് ഒരുക്കി തന്നതുകൊണ്ട് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു കർത്താവേ. ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ ഞങ്ങൾക്ക് ദൈവവചന പഠനത്തിനായി കർത്താവ് വഴികൾ ഒരുക്കി തന്നല്ലോ. ദൈവം ഞങ്ങളോട് കാണിക്കുന്ന എല്ലാ ദയയ്ക്കായി, കരുണയ്ക്കായി, സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ, ഇത് വേണ്ട രീതിയിൽ ഞങ്ങൾ ജീവിതത്തിന് മുമ്പോട്ട് കർത്താവിൻ്റെ നിത്യതയിൽ എത്തുന്നതിന് കാരണമായി തീരുവാൻ, കർത്താവിനോട് വിശ്വസ്തത പുലർത്തുവാൻ കാരണമായി തീരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവേ, ഇന്നത്തെ പഠനത്തിൽ ഞങ്ങളോട് കൂടിയിരിക്കണമേ. പരിശുദ്ധാത്മ ഞങ്ങളെ ബലപ്പെടുത്തണമേ. കടന്നു വരുന്ന എല്ലാവരെയും പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമാക്കി തീർക്കണം. സംവിധാനങ്ങളെല്ലാം നിയന്ത്രിച്ചാട്ടെ. കർത്താവ് പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം, മാനമഹത്വമെല്ലാം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു. ദയോടെ കേൾക്കണം സ്വർഗ്ഗ പിതാവേ. ആമേൻ, ആമേൻ. ദൈവം നിങ്ങളേവരെയും ഈ നല്ല രാത്രിയിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഈ പേജിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നാം വായിച്ചു തുടങ്ങിയ വാക്യം ഇതാണ്: അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ പൊറുക്കും. ആമേൻ. കഴിഞ്ഞ ആ ക്ലാസ്സിൽ നാം ചിന്തിക്കുകയുണ്ടായി, പഴയ നിയമത്തിലുടനീളം ദൈവജനത്തോട് ദൈവം പ്രതികരിച്ച വിധങ്ങൾ എങ്ങനെയായിരുന്നു. അവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, ദൈവം അവരുടെ പ്രയാസങ്ങളിൽ അവരെ വിടുവിക്കും. എന്നാൽ വിടുതൽ ലഭിച്ചു കഴിയുമ്പോൾ അവർ ദൈവത്തെ ഉപേക്ഷിക്കും, ദൈവത്തെ മറക്കും. പിന്നീട് എപ്പോഴെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ പിന്നെയും അവർ ദൈവത്തിൻ്റെ അടുത്തിലേക്ക് കടന്നു വരും. സംഖ്യാപുസ്തകം 14 അധ്യായത്തിൻ്റെ 11 വാക്യത്തിൽ, നമ്പേഴ്സ് ചാപ്റ്റർ 14:11 ഇങ്ങനെ വായിക്കുന്നു: യഹോവ മോശയോട്, ഈ ജനം എന്നെ എത്രത്തോളം നിരസിക്കും, ഞാൻ അവരുടെ മധ്യേ ചെയ്തിട്ടുള്ള അടയാളങ്ങളൊക്കെയും കണ്ടിട്ടും അവർ എത്രത്തോളം എന്നെ വിശ്വസിക്കാതിരിക്കും. ആമേൻ. വിശ്വാസത്തിൽ സ്ഥിരതയില്ലാതിരുന്ന പഴയ നിയമ വിശ്വാസികളെ അഥവാ ഇസ്രായേൽ മക്കളെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആ ബന്ധത്തിൽ തന്നെ കുറച്ചുകൂടി കാര്യങ്ങൾ ഇന്ന് മനസ്സിലാക്കാൻ നമുക്ക് കർത്താവിൽ ശരണപ്പെടാം. സങ്കീർത്തന പുസ്തകം 78 അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. സങ്കീർത്തന പുസ്തകം 78 അധ്യായം 6 മുതൽ 8 വരെ. സാംസ് 78, 6-8. വരുവാനുള്ള തലമുറ, ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വെക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മറന്നുകളയാതെ അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരമുള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വാസ മനസ്സുള്ള ഒരു തലമുറയായി തീരാതിരിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. ഇതിൻ്റെ ആദ്യം മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, അതിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, 77 സങ്കീർത്തനം, സാം 78:5, അവൻ യാക്കോബിൽ ഒരു സാക്ഷ്യം സ്ഥാപിച്ചു, ഇസ്രായേലിൽ ഒരു ന്യായപ്രമാണം നിയമിച്ചു, നമ്മുടെ പിതാക്കന്മാരുടെ അവയെ തങ്ങളുടെ മക്കളെ അറിയിപ്പാൻ കൽപ്പിച്ചു. ഒന്നാമത് നാം കാണുന്ന കാര്യം, ദൈവം ഒരു നിയമം അവർക്ക് കൊടുത്തു. അവർ ഉടമ്പടി ചെയ്തു, അവർക്ക് നിയമം കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ നിയമം അനുസരിക്കണം. ഫോളോ ദീസ് റൂൾസ്, ദീസ് ലോസ്. നോട്ട് ഓൺലി യു ഫോളോ ദം, ബട്ട് you must pass on this to your generations, next generations.
ഇത് അനുസരിച്ചാൽ മാത്രം പോരാ, പാലിച്ചാൽ മാത്രം പോരാ, ഇത് വരുവാനുള്ള അടുത്ത തലമുറകളിലേക്ക് ഇത് പാസ് ചെയ്ത് കൊടുക്കുകയും വേണം. അതവരെ പഠിപ്പിക്കണമെന്നാണ് ദൈവം ഉദ്ദേശിച്ചത്. നമുക്ക് സാധാരണയായിട്ട് ചില പരമ്പരാഗതമായ ചില സ്വത്തുക്കളും അല്ലെങ്കിൽ പരമ്പരാഗതമായ ചില സ്ഥാവര ജംഗമ സ്വത്തുക്കളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളത് കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. നമുക്ക് അത്യാവശ്യത്തിനുള്ള ചിലവുകളൊക്കെ മറ്റു കാര്യങ്ങൾ ചെയ്തിട്ട് അത് നാം മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കത് കൈമാറിയിട്ടാണ് നാം പോകുന്നത്. വി ഹാൻഡ് ഓവർ ദ പ്രോപ്പർട്ടി റൈറ്റ്സ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ ബിഫോർ വി ഗോ ഫ്രം ദിസ് വേൾഡ്. അതൊരു കസ്റ്റമാണ്, സാധാരണ ചെയ്യാറുള്ള കാര്യമാണ്. ഇവിടെ ഇസ്രായേൽ മക്കൾക്കൊരു സാക്ഷ്യം കൊടുത്തു, നിയമം കൊടുത്തു. അത് നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ മക്കൾക്ക് കൈമാറാനല്ല ദൈവം പറഞ്ഞത്. തീർച്ചയായിട്ടും കൈമാറണം, എന്നാൽ കൈമാറിയാൽ മാത്രം പോരാ. God expected the parents to train up their children in the knowledge of His law. ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ ആ ഒരു പരിരക്ഷ, ദൈവ നിയമം എന്താണെന്ന് തങ്ങളുടെ തലമുറകളെ, തങ്ങളുടെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കണം, നന്നായിട്ട് അവരെ ട്രെയിനിങ് കൊടുക്കണമെന്നാണ് ദൈവം അവരോട് പറഞ്ഞത്. അതെന്നിട്ട് അവർ വളർന്നു വരുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം എന്നാണ് ദൈവം പറഞ്ഞത്. അതിൻ്റെ 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ കുറച്ചുകൂടെ കൃത്യമായിട്ട് മനസ്സിലാകും. ഇസ്രായേൽ ന്യായപ്രമാണം നിയമിച്ചു, നമ്മുടെ പിതാക്കന്മാരുടെ മക്കൾ അറിയിപ്പാൻ കൽപ്പിച്ചു. 5-ാം വാക്യം. 6-ാം വാക്യം, വരുവാനുള്ള തലമുറ, ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും. ആമേൻ. ഇത് നടന്നില്ല എങ്കിൽ, ഇത് സംഭവിച്ചില്ല എങ്കിൽ വരുവാനുള്ള തലമുറ ദൈവത്തെ എങ്ങനെ അറിയും? ദൈവത്തെ എങ്ങനെ സേവിക്കും? ദൈവപ്രവൃത്തികളെ അവരെങ്ങനെ ഗ്രഹിക്കും? ഇന്നുണ്ടായിരിക്കുന്ന ഈ കഴിഞ്ഞ ദിവസം ആരാധനയിൽ, കഴിഞ്ഞ സൺഡേയിൽ ആരാധനയിൽ എന്തോ പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങനെ പ്രത്യേകമായിട്ട് നിയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ അങ്ങനെ എല്ലാവരോടും പറയുകയുണ്ടായി. ഇന്ന് ഈ പ്രായമുള്ള നമ്മളൊക്കെ ആരാധിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, നമ്മൾ ഒരുമിച്ച് കൂടി വരുന്നു, സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുന്നു. നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾ, ദ കമ്മിങ് ജനറേഷൻ, നെക്സ്റ്റ് ജനറേഷൻ, ഇന്ന് നാം ചർച്ചിലൊക്കെ കൊണ്ടുവരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, നാളെ അവരുടെ ആ ഒരു സമയമാകുമ്പോൾ നമ്മളൊക്കെ ഒരുപക്ഷെ മരിച്ചു മൺമറഞ്ഞു പോകുമായിരിക്കും. കർത്താവിൻ്റെ വരവ് താമസമാണെങ്കിൽ നമ്മളൊരുപക്ഷെ പ്രായമായി വയ്യാതെ ഭവനങ്ങളിലിരിക്കുന്നവരായിരിക്കാം. വട്ടെവർ ഇറ്റ് ഈസ്, നാളെ നമ്മളുടെ കുഞ്ഞുങ്ങളാണ് ഈ ആരാധന മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്, ഈ ആരാധന ലീഡ് ചെയ്യേണ്ടത്. കർത്താവ് താമസിക്കുകയാണെങ്കിൽ നാളെ അത് എപ്രകാരം നടക്കും എന്നതിനെക്കുറിച്ച് നമുക്കൊരു ആശങ്കയുണ്ട് ഇന്ന്. കാരണം അനേക ക്രിസ്തീയ ഭവനങ്ങളിലും അനേക വിശ്വാസ ഭവനങ്ങളിലും മാതാപിതാക്കൾ ആരാധിക്കുന്ന ദൈവത്തെ, മാതാപിതാക്കൾ വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തെ, മാതാപിതാക്കൾ അനുഭവിച്ചറിഞ്ഞ ദൈവത്തെ ആ രീതിയിൽ അനുഭവിച്ചറിയുവാനോ രുചിച്ചറിയുവാനോ കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമായി തന്നെ അവശേഷിക്കുകയാണ്. ഇന്നുള്ള ദൈവദാസന്മാരും ദൈവമക്കളും വിശ്വാസികൾ, സത്യസന്ധരായ വിശ്വാസികളുമൊക്കെ അടുത്ത തലമുറയ്ക്ക് ഈ ബാറ്റൺ കൈമാറിക്കഴിഞ്ഞാൽ ആ അടുത്ത തലമുറ ഏത് രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യും, ദൈവത്തോടുള്ള അവരുടെ വിശ്വസ്തത എങ്ങനെയായിരിക്കും, ദൈവത്തോടുള്ള അവരുടെ കമ്മിറ്റ്മെൻറ്റ് എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് നാം വളരെയധികം ഉത്കണ്ഠാകുലരായിരിക്കുകയാണ്. നാം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ദൈവസന്നിധി. ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരിക്കലും ദൈവം നിർത്തത്തില്ല കേട്ടോ. ആമേൻ. എന്നാൽ ദൈവപ്രവൃത്തിക്കായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്നത് നമ്മയാണെന്നുള്ളത് നാം മറന്നു പോകരുത്. ഉത്തരവാദിത്വം നമ്മുടെ തലമേൽ കിടക്കുകയാണ്. ഇത് ജനറേഷൻസ് ആഫ്റ്റർ ജനറേഷൻസ് കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കണം. 71-ാം സങ്കീർത്തനം നാം എടുത്തു നോക്കുമ്പോൾ, when we look at Psalm 71, ദാവീദ് എന്താ പറയുന്നത് നോക്കിയേ. ദാവീദിൻ്റെ ഒരു വലിയ ആഗ്രഹം, തൻ്റെ പ്രാർത്ഥനാ വിഷയം, തൻ്റെ അമ്മയുടെ ഗർഭത്തിൽ താൻ ഉരുവായത് മുതൽ തന്നെ നോക്കിയ ദൈവം,
ബാല്യകാലങ്ങളിൽ തനിക്ക് ആശ്രയമായിരുന്ന ദൈവം, യൗവനകാലത്ത് തന്നെ സൂക്ഷിച്ച ദൈവം, മധ്യവയസ്കനായ അനുഭവത്തിൽ തന്നെ സൂക്ഷിച്ച ദൈവം, ഇപ്പോൾ താൻ പ്രായമായിരിക്കുന്നു, വയസ്സായിരിക്കുന്നു, തൻ്റെ ആഗ്രഹം തീർന്നിട്ടില്ല. ദാവീദ് പ്രാർത്ഥിക്കുകയാ. അതിൻ്റെ 17-ാം വാക്യത്തിൽ Psalm 71:17, ദൈവമേ, എൻ്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു, ഇന്ന് വരെ ഞാൻ നിൻ്റെ അത്ഭുത പ്രവൃത്തികളെ അറിയിച്ചുമിരിക്കുന്നു. 18-ാം വാക്യം നോക്കിയേ, ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിൻ്റെ ഭുജത്തെയും വരുവാനിരിക്കുന്ന എല്ലാവരോടും നിൻ്റെ വീരപ്രവൃത്തിയെയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുത്. ഈ വാർദ്ധക്യം നരയുള്ള കാലത്ത് ഉപേക്ഷിക്കരുതെന്ന് പറയുന്നത് മാത്രം എടുത്ത് പലരും പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്. കർത്താവ്, ഞങ്ങൾ വയസ്സൊക്കെ ആയി, പ്രായമായും കൈയും കാലും ഒക്കെ ശോഷിച്ചു, പണ്ടത്തെ പോലെ കേൾക്കാനോ കാണാനോ സംസാരിക്കാനോ ഒന്നാത്ത ക്ലാരിറ്റി ഇല്ല. ഞങ്ങളിന്ന് കൈവിടല്ലേ, ആർക്കൊരു ആശ്രയമാകില്ല, ആർക്കൊരു ഭാരമാകാതെ, ആർക്കൊരു ബേർഡനാകാതെ ഞങ്ങൾ എങ്ങനെയെങ്കിലും അങ്ങ് കർത്താവ് എടുത്താൽ മതി എന്നൊക്കെ പ്രാർത്ഥിക്കുന്നവർ കേട്ടിട്ടുണ്ട്. വിശ്വാസികളും പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താ ഈ ദാവീദിൻ്റെ ആഗ്രഹം എന്താണെന്ന് നോക്കിയേ. കർത്താവേ, നീ വാർദ്ധക്യം നരയുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുത്. എന്തിനു വേണ്ടി ഉപേക്ഷിക്കരുത്? എനിക്ക് അടുത്ത തലമുറയോട് നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീരപ്രവൃത്തികളെയും എനിക്ക് അറിയിപ്പാൻ ആഗ്രഹമുണ്ട്. അത് എത്രയും നാൾ ചെയ്യാൻ പറ്റുമോ, എത്രയും അധികം ചെയ്യാൻ പറ്റുമോ അത്രയും അധികം ഞാൻ ചെയ്യാൻ താല്പര്യപ്പെടുക. ഹല്ലേലൂയ. ഒരു ഭക്തൻ്റെ ആഗ്രഹം ഇതാ പ്രിയപ്പെട്ടവരെ. അവിശ്വാസമുള്ള തലമുറ എന്തുകൊണ്ടുണ്ടാകുന്നു? തങ്ങളുടെ മാതാപിതാക്കൾ, തങ്ങളുടെ പൂർവികർ അനുഭവിച്ച ദൈവത്തെ അവരെ അനുഭവിക്കാൻ കഴിയാതിരിക്കുന്നത് കൊണ്ട്. വളരെ സങ്കടകരമായൊരു കാര്യം നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം തുടങ്ങുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. യോശുവയുടെ കാലശേഷം യോശുവ 24-ാം അധ്യായത്തിൽ എല്ലാവരെയും വിളിച്ച പല കാര്യങ്ങൾ പറയുന്നു. അവരെ കൊണ്ട് തീരുമാനമെടുപ്പിക്കുന്നു, അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. എങ്കിലും ഞാനതൊന്ന് വായിക്കാം. 14-ാം വാക്യത്തിൽ യോശുവ പറയുന്നു, 24-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, ജോഷുവ ചാപ്റ്റർ 24:14, ആകയാൽ നിങ്ങളെ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടി സേവിപ്പിൻ. നിങ്ങളെ പിതാക്കന്മാർ നദിക്കക്കരയും മിസ്രയീമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവിൻ. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കര വെച്ച് നിങ്ങളെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആര് സേവിക്കും എന്ന് ഇന്ന് തിരഞ്ഞെടുത്തു കൊള്ളുവിൻ. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പം ജനം എന്താ ഉത്തരം പറഞ്ഞു നോക്കിയേ. 16-ാം വാക്യം, ജനം ഉത്തരം പറഞ്ഞത്, യഹോവ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിപ്പാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ. ആമേൻ. അതിൻ്റെ 18-ാം വാക്യത്തിൻ്റെ അവസാനം, ആകയാൽ ഞങ്ങളും യഹോവയെ സേവിക്കും, അവനല്ലോ ഞങ്ങളുടെ ദൈവം. ആമേൻ. ഇങ്ങനെ പറഞ്ഞ് ആ തലമുറ മുമ്പോട്ട് പോകുന്നു. യോശുവ മരിക്കുന്നു. ന്യായാധിപന്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ മരിക്കുന്നത് എങ്ങനെയാണ്? യോശുവയുടെ മരണശേഷം എന്ന് പറഞ്ഞാണ് ഇത് തുടങ്ങുന്നത്. ആമേൻ. അതിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം, ജഡ്ജസ് ചാപ്റ്റർ 2. അവിടെ നമ്മൾ കാണുന്നത് യോശുവയുടെ കാലശേഷം ഈ ആളുകൾ തങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ച ദൈവത്തെ മറന്നുപോയി എന്നാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം തൊട്ട് ഞാൻ വായിക്കാം. ചാപ്റ്റർ 2:8 ഓഫ് ജോഷുവ, ജഡ്ജസ്. എന്നാൽ യഹോവയുടെ ദാസനായി നൂന്റെ മകനായ യോശുവ 110 വയസ്സുള്ളവനായി മരിച്ചു. അവനെ അടക്കം ചെയ്തു. 10-ാം വാക്യം, പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. ആ തലമുറ, യോശുവയുടെ കാലത്തുണ്ടായിരുന്ന ആ തലമുറ പിതാക്കന്മാരോട് ചേർന്നു. അവരുടെ ശേഷം
അവിടെ ശ്രദ്ധിക്കണമേ, അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ കൽപ്പന എന്താ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ച പ്രമാണങ്ങൾ, സാക്ഷ്യങ്ങൾ നിങ്ങൾ അനുസരിക്കണം. അത് നിങ്ങളെ മക്കളോട് അറിയിക്കണം, മക്കളെ അത് പഠിപ്പിക്കണം, മക്കളെ അതിനുവേണ്ടി ട്രെയിൻ ചെയ്യണം, മക്കൾ അവരുടെ മക്കളോട് അറിയിക്കണം. ഇതിങ്ങനെ പരമ്പരാഗതമായി ഇതിങ്ങനെ പഠിപ്പിച്ച് 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 തുറന്നുകൊണ്ടേയിരിക്കണം. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? ആമേൻ. അവിടെ ശേഷം യഹോവയെ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെ അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം കാണുന്ന സങ്കടകരമായ ഒരു കാര്യം അതാണ്. ഈ ആളുകളെ ദൈവം വർഷങ്ങളോളം അന്യജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. പിന്നീട് അവർ നിലവിളിക്കുന്നു, പിന്നെ ദൈവം വിടുവിക്കുന്നു, പിന്നെയും ഏൽപ്പിക്കുന്നു, പിന്നെയും നിലവിളിക്കുന്നു. ആമേൻ. എന്താ അതിൻ്റെ അർത്ഥം? എന്നാൽ ഇത്രയധികം സംഭവങ്ങൾ നടന്നിട്ടും ദൈവം തൻ്റെ ജനത്തെ കൈവിടുന്നില്ല. ഒന്ന്, നിയമങ്ങളും സാക്ഷ്യങ്ങളും കൊടുത്തു, അവരെ പഠിപ്പിച്ചു, പാലിക്കാൻ അവരോട് പറഞ്ഞ ദൈവം. രണ്ട്, ഓരോ തലമുറയെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി, വ്യക്തമായ ധാരണയോടുകൂടി, കരുതലോടുകൂടി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തെ നാം കാണുന്നത്. ഓരോ ജനറേഷനിലോടും ഓരോ തലമുറയോടും ഒരേ രീതിയിലുള്ള സ്നേഹത്തോടും കാഴ്ചപ്പാടോടും ആഗ്രഹത്തോടും ആവേശത്തോടും കൂടി ഇടപെടുന്ന ഒരു ദൈവം. ആമേൻ. കാരണം ദൈവത്തിന് കരുണയുണ്ട്, അതേസമയം തന്നെ ദൈവത്തിന് ജഡ്ജ്മെൻ്റ് അഥവാ ന്യായവിധിയുമുണ്ട്. കരുണ തോന്നുമ്പോൾ കരുണ തോന്നുന്ന ദൈവം ന്യായം വിധിക്കുന്ന ദൈവം കൂടിയാണെന്ന് ദൈവം ആളുകളോട് പറയുന്നു. അത് തലമുറയ്ക്ക് വ്യത്യാസമില്ല. കഴിഞ്ഞ തലമുറയിൽ അങ്ങനെയാണെങ്കിൽ ഈ തലമുറയിൽ അങ്ങനെ തന്നെയാണ് ദൈവം ഇടപെടുന്നത്. ദൈവകൽപ്പനകളെ അറിഞ്ഞ് അത് കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് പ്രിയരെ. കാരണം ഓരോ തലമുറയെക്കുറിച്ചും കർത്താവിന് നല്ല കരുതലുണ്ട്, നല്ല ചിന്തയുണ്ട്. കാരണം കർത്താവ് തലമുറകൾ മാറി വന്നാലും കർത്താവ് മാറാത്ത ദൈവമാണ്. He is an unchanging God. He is the same God yesterday, today and forever. ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനായ ദൈവം. 90 സങ്കീർത്തനത്തിൽ മോശ പറയുന്നത് ഇങ്ങനെയാണ്. Moses says that in Psalms 90, 1-ാം വാക്യം, കർത്താവേ, നീ തലമുറയായി ഞങ്ങൾ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും, 2-ാം വാക്യം, നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. 1000 സംവത്സരം നിന്റെ മുമ്പിൽ, നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രി ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. അപ്പോൾ തലമുറകൾ മാറി വരുമ്പോൾ മാറാത്തൊരു ദൈവം, വാക്കുമാറാത്തൊരു ദൈവം, എല്ലാ തലമുറയും ഒരുപോലെ കരുതുന്ന ഒരു ദൈവം. സ്തോത്രം. മൂന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം ജനത്തിന് ഒരിക്കലും മുന്നറിയിപ്പ് കൊടുക്കാത്ത ദൈവമല്ല. He is giving them continuous warnings and also punishments sometimes. മുന്നറിയിപ്പുകളും ശിക്ഷയും സമയോചിതമായി നൽകുന്നൊരു ദൈവമാണ്. ആർക്കാണ് നൽകുന്നതെന്നറിയാമോ? ഡിസൊബീഡിയൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക്, അനുസരിക്കാത്തവർക്ക്. അനുസരിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം എപ്പോഴും തങ്ങളുടെ വാഗ്ദത്തങ്ങളെ നിവർത്തിച്ചു കൊടുക്കുകയാണ്. എന്നാൽ അനുസരിക്കാത്തവർക്ക് മുന്നറിയിപ്പുകളും ശിക്ഷയുമാണ് ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത്. ഇത് വാസ്തവത്തിൽ നമ്മുടെ തലമുറകളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. വരുവാനുള്ള തലമുറയോട് ഇതെല്ലാം നാം പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാക്കും. കുഞ്ഞെ മക്കളെ, ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ, ദൈവത്തിനെ പ്രമാണിച്ചില്ലെങ്കിൽ, ദൈവവഴിയിൽ നടന്നില്ലെങ്കിൽ ശിക്ഷ കിട്ടും, ഉറപ്പാ. വാണിങ്സ് കൊടുക്കണം, മക്കൾക്കത് പറഞ്ഞു കൊടുക്കണം, കാണിച്ചു കൊടുക്കണം. ആമേൻ. ഇതറിയാതെ മക്കൾ ഏതെങ്കിലും അബദ്ധ വഴി ചെന്നാൽ അവർക്ക് ആര് പറഞ്ഞു കൊടുക്കും? ആമേൻ. ഇങ്ങനെ ദൈവം മുന്നറിയിപ്പ് തരും, ദൈവം ശിക്ഷ നൽകും
എന്നാൽ ദൈവത്തെ അനുസരിക്കുന്നവർക്ക് ദൈവം വാഗ്ദത്തങ്ങൾ നിറവേറ്റി കൊടുക്കും എന്നുള്ള കാര്യം തങ്ങളുടെ കുഞ്ഞുങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കളുടേതാണ്. 7-ാം വാക്യം നോക്കിയ 78-ാം സങ്കീർത്തനം, Psalm 78 verse 7. അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വെക്കുകയും, അപ്പോൾ നാം ഇങ്ങനെ അറിയിച്ചു കൊടുത്താൽ കുഞ്ഞുങ്ങൾ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വെക്കും, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മറന്നു കളയാതിരിക്കും, അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു നടക്കും. എന്നിട്ട് തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരമുള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വാസ മനസ്സുള്ള തലമുറയായി തീരാതിരിക്കുകയും ചെയ്യേണ്ടതിന്. ഇവിടെ 5 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നാം എന്തിനാണ് കുഞ്ഞുങ്ങളോട് ഇത് പറഞ്ഞു കൊടുക്കുന്നത്? അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വെക്കണം, അതിനുവേണ്ടി. 2, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നമ്മുടെ കുഞ്ഞുങ്ങൾ മറന്നു കളയാതിരിക്കണം. 3, ദൈവത്തിൻ്റെ കൽപ്പനകളെ ആ കുഞ്ഞുങ്ങൾ പ്രമാണിക്കണം. 4, തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരവുമുള്ള തലമുറ നമ്മുടെ കുഞ്ഞുങ്ങളായിത്തീരരുത്. റിബല്യസ് പീപ്പിൾ ആകരുത്. 5, ഹൃദയത്തെ സ്ഥിരമാക്കണം, ദൈവത്തോട് അവിശ്വസ്തത കാണിക്കരുത്. ഹല്ലേലൂയ. ഞങ്ങളുടെ പിതാക്കന്മാർ അബ്രഹാമിൻ്റെ സന്തതികളായിരുന്നു. അവർ ദൈവവുമായി ഉടമ്പടി ചെയ്തവരാ. ദൈവവുമായി ഉടമ്പടി ചെയ്തവരും അബ്രഹാമിൻ്റെ സന്തതികളുമായിരുന്നവരായിട്ടുകൂടി അവരെന്ത് ചെയ്തു? അവർ സ്റ്റബോൺ ആയിരുന്നു, അവർ റിബല്യസ് ആയിരുന്നു, അവർ കഠിന ഹൃദയരും മത്സരമുള്ളവരായിരുന്നു. ദൈവത്തിന് വിരോധമായി അവർ സഞ്ചരിക്കാൻ തുടങ്ങി. ദൈവത്തിന് ഇഷ്ടത്തിന് വിരോധമായി അവർ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ആളുകളുമായി അവർ സംബന്ധം കൂട്ടുകൂടി. അന്യവിഗ്രഹങ്ങളെ ചെന്ന് ആരാധിച്ചു. നിത്യദൈവമായ സത്യദൈവമായ യഹോവയെ ഉപേക്ഷിച്ച് ബാൽ വിഗ്രഹങ്ങളെയും മറ്റ് വിഗ്രഹങ്ങളെയും ആരാധിപ്പാൻ അവർ കടന്നുപോയി. ഒരുപക്ഷെ ആലയത്തിൽ അവർ വരുമ്പോൾ അവർ ആരാധിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അവരുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹം നന്നേ കുറഞ്ഞു പോയിരുന്നു. അതാണ് യെശയ്യാവിൻ്റെ പുസ്തകം 29:13 നമ്മെ ഓർപ്പിക്കുന്നത്. ദ ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 29 വേഴ്സ് 13. ഇറ്റ് റീഡ്സ് ലൈക്ക് ദിസ്: ഈ ജനം അടുത്തു വന്ന് എന്നെ വായ് കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു. ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വെച്ചിരിക്കുന്നു. നോക്കണമേ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ കൂടിവരവുകൾ, കർത്താവുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണെന്ന് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാൻ സാധിക്കുമോ? നാം ആരാധിക്കുന്നവരല്ലേ? കർത്താവിന് മഹത്വം അർപ്പിക്കുന്നവരല്ലേ? ആരാധനാ സ്ഥലങ്ങളിൽ, മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ആരാധന പിന്നെയും ഓഫ്ലൈൻ ആയിട്ട് തുടങ്ങിയല്ലോ. ദൈവത്തിന് സ്തോത്രം. അടുത്തു വന്ന് വായു കൊണ്ടും അധരം കൊണ്ടും ബഹുമാനിക്കുന്നവർ മാത്രമാണോ നാം? ഹൃദയത്തെ ദൂരെ അകറ്റി വച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മാനുഷ്യ കൽപ്പനയത്രേ. ആമേൻ. ഇതൊരു വലിയ ഒരു ശാപമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഹൃദയങ്ങളെ അന്തരന്തിരങ്ങളെ ശോധന ചെയ്യുന്നവനാണ് ദൈവം. ഹൃദയങ്ങളെ അന്തരന്തിരങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിന് നമ്മുടെ പുറമെയുള്ള എല്ലാ കാര്യങ്ങളും ദൈവം അധികം നോക്കത്തില്ല. പക്ഷേ അകത്തുള്ളവ, ആർക്കും കാണാൻ കഴിയാത്തത്, ആർക്കും കയറിപ്പറ്റാൻ കൂടാത്ത സ്ഥലം, ആർക്കും എത്തി നോക്കാൻ പോലും കഴിയാൻ പറ്റാത്ത ആ ഒരു മേഖലയിലേക്ക് ദൈവത്തിന് വളരെയധികം ശ്രദ്ധയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടുന്ന് അഗ്നിജാലിക്കത്തെ കണ്ണുള്ളവനാ. ഹല്ലേലൂയ. എബ്രായ ലേഖനം 4:12 എന്താ നമ്മൾ വായിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം ഇരുവായത്തിലുള്ളതും ജീവനും ചൈതന്യമുള്ളതും ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. സന്ധികളെ മുറിച്ചു ചെല്ലുന്ന, പേശികളെ മുറിച്ചു ചെല്ലുന്ന, തുളച്ചു ചെല്ലുന്ന ദൈവവചനം. അടുത്ത വാക്യം 4:13 ഇങ്ങനെ വായിക്കുന്നുണ്ട്: അവൻ്റെ മുമ്പാകെ സകലവും നഗ്നതും മലർന്നതുമായി കിടക്കുന്നു.
അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. യിരെമ്യാവിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഹൃദയത്തെ ആർക്ക് അറിയാനായിട്ട് സാധിക്കുമെന്ന് ദൈവം ചോദിക്കുന്നു. ജെറമ്യായ ചാപ്റ്റർ 17 വേഴ്സ് 9, 17-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവുമുള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആർ? യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. ദാവീദിനെ രാജാവായിട്ട് വാഴിക്കുന്ന സമയത്ത് ശമൂവേൽ പ്രവാചകന് ഒരല്പം അബദ്ധം പറ്റിയപ്പോൾ ദൈവം ഇപ്രകാരം തന്നെ ഓർപ്പിക്കുന്നു: മനുഷ്യൻ പുറമെയുള്ളത് നോക്കുന്നു, യഹോവയോ അകമയുള്ളത്, എന്ന് വെച്ചാൽ ഹൃദയത്തിലുള്ളതാണ് നോക്കുന്നത്. പുറമെ നാം എല്ലാവരും വിശ്വാസികളാണ്, നാം ആരാധിക്കുന്നവരാണ്, നാം കർത്താവിന് വേല ചെയ്യുന്നവരായിരിക്കാം. അനേകരുടെ മുമ്പിൽ നമുക്കൊരു നല്ല മാന്യമായ ഒരു നിലയും വിലയും നടപ്പും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ചൂഴ്ന്നിറങ്ങുന്ന അഗ്നിജ്വാലിക്കത്തെ കണ്ണുകളുണ്ട് എന്നുള്ള കാര്യം നാം വിസ്മരിച്ചു പോകരുത് പ്രിയരെ. അഗ്നിജ്വാലിക്കത്തെ കണ്ണുകൾ കൊണ്ട് അവിടെ നമ്മെ പരിശോധിച്ചുകൊണ്ടിരിക്കുക. നാം ചെയ്യുന്നതും ചിന്തിക്കുന്നതും നാം പ്രവർത്തിക്കുന്നതും എല്ലാം അവിടുന്ന് കേട്ടും കണ്ടും കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ പറയുന്നു, കുഞ്ഞുങ്ങൾ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരമുള്ള തലമുറയായി തീരാതിരിക്കേണ്ടതിന്. The children should not be like their fathers. So, in order not to happen that, they are supposed to train up their children in the way of God. ദൈവ വഴിയിൽ അവരെ അഭ്യസിപ്പിച്ച് അവരെ ട്രെയിൻ ചെയ്ത് നടത്തുവാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കളുടെ മേൽ നിക്ഷിപ്തമായിരിക്കുന്നു. നാലാമത്തെ കാര്യം നമ്മൾ നോക്കുന്നത്, they must also know what happened to the strong people when they disobeyed God. ദൈവത്തെ തിരസ്കരിച്ച, ദൈവവചനത്തെ അംഗീകരിക്കാത്ത, ദൈവത്തെ അനുസരിക്കാത്ത ആളുകൾ എത്ര ശക്തന്മാരായിട്ട് കൂടി അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കുഞ്ഞുങ്ങളെ നാം ഓർപ്പിക്കണം. കുഞ്ഞുങ്ങൾക്ക് നിയമം പറഞ്ഞു കൊടുക്കണം, അവരോടത് അനുസരിക്കാൻ പറയണം. അനുസരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അവരോട് പറയണം. വാണിംഗ് കൊടുക്കും, ശിക്ഷ കൊടുക്കണം, ശിക്ഷ ഉണ്ടെന്ന് പറയണം. എന്നാൽ ഏറ്റവും ശക്തന്മാരായിരുന്നവർ പോലും ദൈവത്തെ അനുസരിക്കാത്തതുകൊണ്ട് എന്ത് സംഭവിച്ചുവെന്നും അവരറിയണം. അതാണ് 9-10 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. സങ്കീർത്തനം 78-ന്റെ 9-10. ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി. അവർ ദൈവത്തിൻ്റെ നിയമം പ്രമാണിച്ചില്ല, അവൻ്റെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച് നടന്നു. അവർ അവൻ്റെ പ്രവൃത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നു കളഞ്ഞു. എഫ്രൈം വെൽ ആംഡ്, വില്ലുകളും കുന്തങ്ങളും അമ്പുകളും എല്ലാം ഉണ്ടെന്ന വളരെ സുസജ്ജമായ ഒരു സൈന്യം, വളരെ ശക്തിമാന്മാരായിരുന്ന ആളുകൾ. പക്ഷേ they had to experience a very shameful defeat, amen, against Philistines. ഫിലിസ്ത്യരുമായുള്ള യുദ്ധത്തിൽ വളരെ ലജ്ജാകരമായ, അപമാനകരമായ ഒരു പരാജയം അവർക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. ഇത് സംഭവിച്ചത് ഏലി പുരോഹിതൻ ആയിരിക്കുന്ന കാലത്താണ്. എന്നിട്ട് വരെ ദൈവത്തിൻ്റെ പെട്ടകം പിടിച്ചുകൊണ്ടുപോയി. ഇങ്ങനെയാണ് വായിക്കുന്നത്. നാം ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം, 1 ശമൂവേലിൻ്റെ പുസ്തകം നാം അത് വായിക്കുന്നത് 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 4-ാമത്തെ വാക്യം, 4-ാമത്തെ അധ്യായം, 1 ശമൂവേൽ ചാപ്റ്റർ 4. ശമൂവേലിൻ്റെ വചനം എല്ലാ ഇസ്രായേലിലും വന്നിട്ട്
ഇസ്രായേൽ ഫെലിസ്ത്യരുടെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു. എബനേസറിനരികെ പാളയമിറങ്ങി. ഫെലിസ്തർ അഫേക്കിലും പാളയമിറങ്ങി. ഫെലിസ്തർ ഇസ്രായേലിന് നേരെ അണിനിരുന്ന് പട പരന്നപ്പോൾ ഇസ്രായേൽ ഫെലിസ്ത്യരോട് തോറ്റുപോയി. സൈന്യത്തിൽ ഏകദേശം 4000 പേരെ അവർ പോർക്കളത്തിൽ വെച്ച് സംഹരിച്ചു. പടജനം പാളയത്തിൽ മടങ്ങി വന്നാറെ ഇസ്രായേൽ മൂപ്പന്മാർ, ഇന്ന് യഹോവ നമ്മെ ഫെലിസ്ത്യരോട് തോൽക്കുമാറാക്കിയിരിക്കുന്നു. അതെന്ത്? നാം ശീലോവിൽ നിന്ന് യഹോവയുടെ നിയമപെട്ടകം നമ്മുടെ അടുക്കൽ വരുത്തുക. അത് നമ്മുടെ ഇടയിൽ വന്നാൽ നമ്മെ നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും എന്ന് പറഞ്ഞു. ഇതിന് കാരണം എന്തെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഇതിൻ്റെ പുറകിലുള്ള ദൈവ ഉദ്ദേശം അവർ മനസ്സിലാക്കുന്നില്ല. ഇതിൻ്റെ റൂട്ട് അന്വേഷിക്കാനായിട്ട് മെനക്കെടാതെ ദൈവത്തിൻ്റെ പെട്ടകം നമ്മുടെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആളയച്ച് പെട്ടകത്തെ പടജനത്തിൻ്റെ മധ്യേ കൊണ്ടുവരുന്നു. അങ്ങനെ ജനം ശീലോവിലേക്ക് ആളയച്ച് കെരൂബുകളെ മധ്യ അധിവസിക്കുന്ന സൈന്യങ്ങളെ യഹോവയുടെ നിയമപെട്ടകം അവിടെ നിന്ന് കൊണ്ടുവന്ന് ഏലിയുടെ 2 പുത്രന്മാരായ ഹോഫ്നിയും ഫീനഹാസും ദൈവത്തിൻ്റെ നിയമപെട്ടകത്തോടു കൂടി ഉണ്ടായിരുന്നു. ആരാ ഈ ഹോഫ്നിയും ഫീനഹാസും? ഏലിയുടെ മക്കൾ. വളരെയധികം മോശമായ, വളരെയധികം ഹീനമായ പാപം ചെയ്ത് ദൈവ കോപമുണ്ടാക്കിയ ആളുകളാണ് ഹോഫ്നിയും ഫീനഹാസും. അപ്പോൾ പാളയത്തിൽ പാപമുണ്ട്. പാളയത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നു. അത് കണ്ടുപിടിക്കാതെ, അത് പരിഹരിക്കാതെ, അതിനുവേണ്ടി പ്രായശ്ചിത്തം ചെയ്യാതെ, മാനസാന്തരപ്പെടാതെ യഹോവയുടെ നിയമപെട്ടകം നമ്മുടെ മുമ്പിൽ, നമ്മുടെ ഇടയിൽ വന്നാൽ നമുക്ക് വിജയം സുനിശ്ചിതമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ട് അവർ നിയമപെട്ടകം കൊണ്ടുവരുന്നു. യഹോവയുടെ നിയമപെട്ടകം പാളയത്തിലെത്തിയപ്പോൾ ഭൂമി കുലുങ്ങും വണ്ണം ഇസ്രായേലെല്ലാം ഉച്ചത്തിൽ ആർപ്പിട്ടു. ഫെലിസ്ത്യർ ആർപ്പിന്റെ ഒച്ച കേട്ട് എബ്രായരുടെ പാളയത്തിൽ ഇത്ര വലിയ ആർപ്പിന്റെ കാരണമെന്ന് അന്വേഷിച്ചു. യഹോവയുടെ പെട്ടകം പാളയത്തിൽ വന്നിരിക്കുന്നു ഗ്രഹിച്ചു. ദൈവം പാളയത്തിലെത്തിയിരിക്കുന്നു. ഫെലിസ്ത്യർ പറഞ്ഞു, ഭയപ്പെട്ടു, നമുക്ക് അയ്യോ കഷ്ടം, ഇങ്ങനെ കാര്യം ഉണ്ടായിട്ടില്ലല്ലോ, നമുക്ക് അയ്യോ കഷ്ടം, ശക്തിയുള്ള ഈ ദൈവത്തിന് കീഴിൽ നമ്മെ ആര് രക്ഷിക്കും? മിസ്രയീമിലെ മരുഭൂമിയിൽ സകലവിധ ബാധകളാലും ബാധിച്ച ദൈവം ഇത് തന്നെ. എന്നിട്ട് അവരെന്താ പറഞ്ഞ് ചെയ്തെന്ന് നോക്കിയേ. ഫെലിസ്ത്യരെ ധൈര്യം കൊണ്ട് പുരുഷത്വം കാണിപ്പീൻ. എബ്രായർ നിങ്ങൾക്ക് ദാസന്മാരായിരുന്ന പോലെ നിങ്ങൾ അവർക്കാകരുത്, പുരുഷത്വം കാണിപ്പോലെ. അങ്ങനെ ഫെലിസ്ത്യർ പട തുടങ്ങി. ഇസ്രായേൽ തോറ്റു. ഓരോരുത്തൻ താൻ്റെ വീട്ടിലേക്ക് ഓടി. ഇസ്രായേലിൽ 30,000 കാലാൽ വീണു പോകത്തക്കവണ്ണം ഒരു മഹാസംഹാരമുണ്ട്. നേരത്തെ 4,000 പേര് മരിച്ചുപോയി, 30,000 പേര് കൂടെ മരിച്ചുപോയി. ദൈവത്തിൻ്റെ പെട്ടകവും പിടിക്കപ്പെട്ടു. ഏലിയുടെ 2 പുത്രന്മാരായ ഹോഫ്നിയും ഫീനഹാസും പടയിൽ പട്ടുപോയി. എവിടെയാ കുഴപ്പം? കുഴപ്പം കണ്ടുപിടിക്കാതെ, കാരണം കണ്ടുപിടിക്കാതെ മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്നു. വളരെ ഷെയിംഫുള്ളായിട്ടുള്ള ഒരു ഡിഫീറ്റ്. ഹല്ലേലൂയ. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവിശ്വാസമുള്ള തലമുറ, ശാഠ്യവും മത്സരവുമുള്ള ആളുകൾ. ദൈവം കൊടുത്ത ന്യായപ്രമാണം, ദൈവം കൊടുത്ത നിയമം, ദൈവത്തോട് ചെയ്ത ഉടമ്പടി, ദൈവത്തിൻ്റെ ഇഷ്ടം, ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് തങ്ങൾക്കിഷ്ടമുള്ള പോലെ ജീവിതം മുമ്പോട്ട് നയിച്ച് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി, വല്ലപ്പോഴും ഒന്ന് ആരാധിച്ചാൽ മതി, ഒരു പാട്ട് പാടിയാൽ മതി, 2 വചനം പറഞ്ഞാൽ മതി, വചനം കേട്ടാൽ മതി, ബൈബിൾ വായിച്ചാൽ മതി, വേറെ കാര്യങ്ങളൊക്കെ നമുക്കിഷ്ടമുള്ള പോലെയൊക്കെ ചെയ്താൽ മതി എന്ന് വിചാരിച്ചുകൊണ്ട് തങ്ങൾക്കിഷ്ടമുള്ള വഴിയിൽ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവരോട് ദൈവത്തിൻ്റെ ദൂത ഇന്ന് രാത്രി, ആമേൻ, നിങ്ങൾ എത്ര ശക്തരായിരുന്നാലും, എഫ്രയീമർ ശക്തരായിരുന്നു, ആൾബലമുള്ളവർ, അധികായന്മാർ, വില്ല് ധരിച്ചവർ, വില്ലാളികളായവർ, ഉന്നം പറിക്കാത്ത വില്ലാളികൾ. പക്ഷേ ഫെലിസ്ത്യരോട് തോറ്റുപോയി. 34,000 പേര് പടയിൽ പട്ടുപോകാനിടയായി. ദൈവത്തിൻ്റെ പെട്ടകം പിടിക്കപ്പെട്ടു. ഏലി പുരോഹിതൻ്റെ 2 മക്കൾ പടയിൽ പട്ടുപോയി. ഹല്ലേലൂയ. എന്തുകൊണ്ട് സംഭവിച്ചു? അടുത്ത തലമുറയോട് ദൈവത്തിൻ്റെ വീരപ്രവൃത്തികളെ വർണ്ണിക്കുവാൻ കഴിയാതിരുന്നത് കൊണ്ട്. ദാവീദ് 71 സങ്കീർത്തനത്തിൻ്റെ 18-ാം വാക്യത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇവിടെ വളരെയധികം അർത്ഥവത്തായി പിന്നെയും നിൽക്കുകയാണ്. വരുവാനുള്ള തലമുറയോട് നിന്റെ വീരപ്രവൃത്തികളെയും ഇനി ജനിപ്പാനിരിക്കുന്ന മക്കളോട് നിന്റെ ഭുജത്തെ ഒക്കെ അറിയിക്കുമ്പോളം വാർദ്ധക്യവും നരയുമുള്ള കാലത്ത് യഹോവേ നീ
എന്നെ ഉപേക്ഷിക്കരുതേ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്കൊക്കെ കുഞ്ഞുങ്ങൾ കാണുമായിരിക്കാം, നമുക്കൊക്കെ തലമുറകളുണ്ടായിരിക്കാം. നമ്മുടെ തലമുറകളെ ദൈവഭയത്തിലാണോ നാം വളർത്തുന്നത്? നമ്മുടെ തലമുറകൾ ദൈവവചനത്തിൽ പ്രാവീണ്യമുള്ളവരാണോ? നാം വായിക്കുന്ന, ആരാധിക്കുന്ന, ധ്യാനിക്കുന്ന, നാം പഠിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദൈവവചനത്തിൻ്റെ ശക്തിയും സ്രോതസ്സും അതിൻ്റെ ചൈതന്യമൊക്കെ അവരനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? നാം ഏത് പരിശുദ്ധാത്മാവിന് അധീനപ്പെട്ട് മുമ്പോട്ട് പോകുന്നു, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അഭിഷേകവും നമ്മുടെ കുഞ്ഞുങ്ങളിൽ വ്യാപരിക്കുന്നുണ്ടോ? ഇന്ന് നാം വളരെ കൂലങ്കഷമായി ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണിത്. ഞാൻ മുമ്പേ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് നാം ആരാധിക്കുന്നു. നല്ല ആരാധനകൾ, നല്ല കൂടിവരവുകൾ, സുസജ്ജമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ നിറഞ്ഞു നിൽക്കുന്ന ആരാധനകളുണ്ട്. നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് ഏറ്റെടുത്താൽ, നമ്മുടെ തലമുറകൾ ഇത് ഏറ്റെടുത്താൽ ഇതുപോലെ ആരാധന നടക്കുമോ? ഇതുപോലെ ദൈവസ്നേഹം അവർക്കുണ്ടോ? ദൈവമായ വ്യക്തിപരമായ ബന്ധം അവിടെ എങ്ങനെ? ഇതാര് പറഞ്ഞു കൊടുക്കണം? സഭയിലെ പാസ്റ്റർമാരാണോ പറഞ്ഞു കൊടുക്കേണ്ടത്? സഭയിലെ വിശ്വാസികളാണോ പറഞ്ഞു കൊടുക്കേണ്ടത്? അവരവരുടെ ഭവനങ്ങളിൽ അവരവരുടെ മാതാപിതാക്കളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. മോനെ, മോളെ, ഞാൻ ആശ്രയിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന ഈ ദൈവം ആരാണ്? ഈ ദൈവം എന്നെ ഇതുവരെ എങ്ങനെ കൊണ്ടുവന്നു, എവിടെ കൊണ്ടുവന്നു, എങ്ങനെ നടത്തി? ഇതെൻ്റെ തലമുറയോട് ഞാൻ പറഞ്ഞു കൊടുത്താലേ ഇത് സാധ്യമാക്കിയുള്ളൂ. നമ്മുടെ തലമുറകളെ ദൈവസന്നിധിയിൽ വളർത്തപ്പെടുവാൻ, ദൈവസന്നിധിയിൽ അഭ്യസിപ്പിക്കപ്പെടുവാൻ, ദൈവസന്നിധിയിൽ ദൈവഭയമുള്ളവരായ തലമുറകൾ മാറപ്പെടുവാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രിയരെ, ലോകത്ത് പലതും സംഭവിക്കും. യുദ്ധങ്ങൾ നടക്കും, പേമാരികൾ വരും, പ്രളയങ്ങൾ വരും, കൊടുങ്കാറ്റുകൾ വരും, ചുഴലിക്കാറ്റുകൾ വരും, COVID-19 വന്നു പോകും, പലതും വന്നു പോട്ടെ. പക്ഷേ നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകണ്ട എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഏത് പ്രതികൂലത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് ധൈര്യം വേണമെന്നുണ്ടെങ്കിൽ, തലമുറകളെ ദൈവ വഴിയിൽ അഭ്യസിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ നിക്ഷിപ്തമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി മുമ്പോട്ട് കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് ദൈവം ഇടയാക്കട്ടെ. നിന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവ വഴിയിൽ നമുക്ക് കൊണ്ടുവരാം. മറ്റൊന്നും ലോകത്തിൽ കിട്ടിയില്ലെങ്കിലും, ഒരുപക്ഷെ എഞ്ചിനീയറോ ഡോക്ടറോ ഉന്നത വിദ്യാഭ്യാസ കുലജാതയോ ഒന്നും ആകാൻ കഴിഞ്ഞില്ലെങ്കിലും, ഉന്നതമായൊരു ജോലി ഒരുപക്ഷെ പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, ദൈവത്തിൽ ഭയമുള്ള, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തെ മാനിക്കുന്ന, ദൈവത്തെ ബഹുമാനിക്കുന്ന, ദൈവത്തിന് വില കൊടുക്കുന്ന, ദൈവത്തിന് മുൻപന്തി കൊടുക്കുന്ന, മുൻതൂക്കം കൊടുക്കുന്ന ഒരു തലമുറയായി നമ്മുടെ തലമുറ വളർന്നു വരുവാൻ ഇടയാകട്ടെ. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അവിശ്വാസമുള്ള തലമുറ എന്ന ഈ ടൈറ്റിലിൻ്റെ ആമേൻ ഈ കീഴിൽ ഞങ്ങൾ പല കാര്യങ്ങൾ മനസ്സിലാക്കുന്നല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയതായ ഈ ഒരു പ്രത്യേക പഠന പരമ്പരയിൽ ഇന്ന് ഞങ്ങളോട് അവിടുന്ന് ഇടപെട്ടത് കൊണ്ട് സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ തലമുറകൾ ദൈവഭയമുള്ളവരായിത്തീരാൻ, ദൈവത്തെ അന്വേഷിക്കുന്നവരായിത്തീരാൻ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമതികളായിത്തീരാൻ, അവർ ദൈവത്തെ ഭയപ്പെടുന്നവരായിത്തീരാൻ. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 5 അങ്ങ് പറയുന്നുണ്ടല്ലോ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കർത്താവ് കൂടെ ഇല്ലെങ്കിൽ ഒന്നും ശരിയാകത്തില്ല എന്ന് ഉത്തമ ബോധ്യമുള്ളവരായി ഞങ്ങൾ കുഞ്ഞുങ്ങളായി തീരുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവമേ അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് ഈ രാത്രി സമർപ്പിക്കുന്നു. ഇന്നടിനെ കേൾക്കുന്ന മാതാപിതാക്കൾ ഉണ്ടായിരിക്കാം, കുഞ്ഞുങ്ങളുണ്ടായിരിക്കാം, ആരുമായിക്കൊള്ളട്ടെ. അവരുടെ ജീവിതത്തിൽ ഈ നല്ല ദൈവത്തെ രുചിച്ചറിഞ്ഞവർ, ഈ നല്ല ദൈവത്തെ അനുഭവിച്ചറിഞ്ഞവർ, തങ്ങളുടെ തലമുറകൾ ഒരുപക്ഷെ നന്നായി പഠിക്കുന്നവരായിരിക്കാം, നല്ല കഴിവുള്ളവരായിരിക്കാം, നന്നായി പാട്ടുപാടുന്നവരായിരിക്കാം, നന്നായി ആരാധിക്കുന്നവരായിരിക്കാം, നന്നായി കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയും കഴിവുമുള്ളവരായിരിക്കാം. ഒക്കെ നല്ല കാര്യമാണ് കർത്താവേ. പക്ഷേ ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ, ഒരു പ്രതികൂലത്തിന് മുമ്പിൽ ഒരു ബുദ്ധിമുട്ട് കടന്നു വരുമ്പോൾ അതിനു മുമ്പ് പിടിച്ചു നിൽക്കാൻ തക്ക ശേഷിയുള്ളവരാണോ? ദൈവത്തെ ആശ്രയിക്കുന്നവരാണോ? ദൈവത്തെ ഭയപ്പെടുന്നവരാണോ? ദൈവത്തെ മാനിക്കുന്നവരാണോ? ഇത് ഞങ്ങൾ ഒന്നുകൂടെ ചിന്തിപ്പാനിടയാകട്ടെ കർത്താവേ.
ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഇവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുണ്ടായിരിക്കാം, മാതാപിതാക്കളുണ്ടെങ്കിൽ അവരുടെ തലമുറകളെ ദൈവ ഭയത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ, മറ്റൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, ധാരാളം കാശ് സമ്പാദിച്ച് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, നല്ല വിദ്യാഭ്യാസം ഒരുപക്ഷെ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, നല്ല ജീവിത നിലവാരങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞില്ലെങ്കിലും, അവർക്ക് ബൈബിള് പറഞ്ഞു കൊടുക്കാൻ, ദൈവവചനം അഭ്യസിപ്പിക്കാൻ, ദൈവവചനത്തിൽ ഞങ്ങൾ അനുഭവിച്ച ദൈവം, ഞങ്ങളെ രുചിച്ചറിഞ്ഞ ദൈവം ഇതാ മക്കളെ എന്ന് പറഞ്ഞ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ മാതാപിതാക്കളെ കർത്താവ് സഹായിച്ചാട്ടെ. ഞങ്ങളെല്ലാവരും അവിടുത്തെ ബലമുള്ള കരങ്ങളെ ഏൽപ്പിക്കുന്നു. വചനം കേട്ട് എല്ലാവരുടെ മേലും കൃപയെ ആവരിച്ചാട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അടിയനവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സംവിധാനങ്ങളെല്ലാം കർത്താവ് നിയന്ത്രിച്ചതുകൊണ്ട് സ്തോത്രം. കൂടെ ഇരുന്നവർ നന്ദി പറയുന്നു. യേശുവിൻ തന്നെ നാമത്തിൽ യാചിക്കുന്നു. ദയയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.